പിന്നെ ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. നമ്മൾ ഒന്നും ആയിട്ടില്ല, നമ്മൾ ചിലപ്പോൾ വേറൊരാളുടെ കണ്ണിൽ നമ്മൾ ഒരുപാടായിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് തോന്നും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല, ഞാൻ ചെയ്തത് ഇനഫ് അല്ല. ഇത് കൂടുതൽ കാണുന്നത് ശരിക്കും സ്ത്രീകൾ തന്നെയാണോ? ഞാൻ ഒരുപാട് എൻ്റെ അടുത്ത് പേഴ്സണലി ആൾക്കാർ ഇതിനെക്കുറിച്ച് എന്നെ ഹിൻറ്റ് ചെയ്യുകയും അവർ സ്വന്തമായിട്ട് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളിൽ തന്നെയാണ്. ഇത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റിലാവുക. അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, കംപ്ലീറ്റ്ലി സെറ്റിലാവുക, പിന്നെ വീടുണ്ടാക്കുക, കല്യാണം കഴിക്കുക, മക്കളുണ്ടാക്കുക. ഇപ്പം തന്നെ കുട്ടികൾ കുറച്ച് വൈകിട്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ വൈകി കല്യാണം കഴിച്ചതല്ലേ, സമയം കുറേ വൈകിയില്ലേ, കുട്ടികളൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കാനും കുറേ ആൾക്കാർ പോവുകയും ചെയ്യും. അപ്പോൾ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്തില്ല എങ്കിൽ ബാക്കിയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആക്ച്വലി മറ്റുള്ളവർ നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട. പക്ഷെ അതാണ് എല്ലാവരുടെയും, നമ്മൾക്ക് എന്ത് പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 40s ഒക്കെ ആയി കഴിയുമ്പോൾ പഴയതുപോലെ അത്ര ഷാർപ്പ് ആണ് അതൊന്നും നമുക്ക് പറ്റിയില്ല എന്ന് വരാം. കുറേയൊക്കെ നമുക്ക് ഈ പെരിമെനോപ്പോസൽ സിംറ്റംസിനോടൊപ്പം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ടയേർഡ്നെസ് ഉണ്ടാവും, ഫോക്കസും കോൺസെൻട്രേഷനും ഇല്ലാതിരിക്കും, ഇൻസോംനിയ ഉണ്ടാവും, ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങുമ്പോൾ 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കും, നൈറ്റ് മേഴ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പോലും എനിക്കിങ്ങനെ വായ ഉണങ്ങുന്നില്ലേ, ഇതൊക്കെ ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതേപോലെ കംപ്ലീറ്റ്ലി ബോഡി ജോയിൻറ്റ് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. പിന്നെ കുറേ കാര്യങ്ങൾ, അതായത് ഒരു 103-ലധികം സിംറ്റംസ് പെരിമെനോപോസൽ സിംറ്റംസ് ആയിട്ടുണ്ട് എന്നാണ് പറയണത്. ഇപ്പം ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്തൊക്കെ ഇമോഷണലി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, മെൻ്റലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഫിസിക്കലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ സൊസൈറ്റീൻ്റെ ഇതിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി നമ്മൾ പെരിമെനോപോസൽ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും പക്ഷെ ബാക്കിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നീ എന്താ പണ്ടത്തെ പോലെ അല്ലാത്തത്, നിനക്കിപ്പം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിനക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, നിനക്കിപ്പോൾ പഴയ പോലെ സ്പീഡില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു എന്നെക്കൊണ്ട് ഇനി ഒന്നിനും വയ്യ, ഞാൻ യൂസ്ലെസ്സായി, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും വയ്യ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരാറുണ്ട്. അതേപോലെ സെക്ഷുവൽ ഇൻറ്റിമസിയുടെ കാര്യം വരുമ്പോഴും നമുക്കിപ്പം വജൈനൽ ഇച്ചിങ്, വജൈനൽ ഡ്രൈനെസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാം. പിന്നെ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും വജൈനയിൽ. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ലോ ലിബിഡോ ഉണ്ടാവും. അപ്പോൾ പിന്നെ അവിടെയും നമുക്ക് തോന്നുന്നത് ഇയാൾ നമ്മളടുത്തേക്ക്, നമ്മുടെ പാർട്ട്ണർ വരുമ്പോൾ നമുക്ക് ഒരു താല്പര്യം തോന്നില്ല. അപ്പോൾ അവിടെയും നമുക്ക് തോന്നുന്നു ഇനി എന്നെ കൊണ്ടൊന്നിനും വയ്യ, എന്നെ കൊണ്ട് ഒരു ഹസ്ബൻഡിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ജീവിക്കാൻ വയ്യ, ഞാൻ ഇനി എന്തിനു കൊള്ളാം. ഇതൊക്കെ കൂടിക്കഴിയുമ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രോം പൂർത്തിയായില്ലേ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഭയങ്കര കൂടുതലായിട്ടുണ്ടായിപ്പോവും, അറിയാതെ. അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള മനുഷ്യരെന്തേലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. മറവിയുടെ കാര്യം വന്നിട്ട് ഓഫീസിൽ നമ്മൾ പല കാര്യങ്ങളും മറന്നു വയ്ക്കണു, വീട്ടിൽ നമ്മൾ പല കാര്യങ്ങളും മറന്നു വയ്ക്കണു, അതെവിടെ വെച്ചു ഇതെവിടെ വെച്ചു എന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോകുന്നു, ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നു, റൂം ലോക്ക് ചെയ്യാൻ മറന്നു പോകുന്നു. അപ്പോഴൊക്കെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തിന്ന് വരാം. അതും കൂടി ആയിക്കഴിയുമ്പോൾ പൂർത്തിയായി. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോയി, തീർന്നു, എങ്ങനെയാണ്. പക്ഷേ ഏത് സമയത്താണെങ്കിലും സപ്പോർട്ടീവായിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും പാർട്ട്നേഴ്സും ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ കുറേയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും.